അതിന്റെ ഇന്ത്യൻ റേഡിയോളജിക്കൽ ആൻഡ് ഇമേജിംഗ് അസോസിയേഷൻ, അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് ആൻഡ് സ്വസ്തി ഫൗണ്ടേഷൻ എന്നിവ സംയുക്തമായി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തിന്റെ വെബിനാറുകൾ, അതായത് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വെബിനാർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വെബിനാർ സീരീസിനെ കുറിച്ച് പറയുമ്പോൾ ജനുവരി മാസത്തിൽ നടക്കാനിരിക്കുന്ന ഒരു ഗ്ലോബൽ പ്രിവെന്റീവ് ഓങ്കോ സമ്മിറ്റ്, അതിന് മുന്നോടിയായി നടക്കുന്ന ഒരു കർട്ടൻ റേസർ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ സീരീസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ പ്രിവെന്റീവ് ആസ്പെക്ട് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് എ യുണീക് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് പ്രോഗ്രാം. അതായത് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പ്രിവെന്റീവ് ആസ്പെക്റ്റിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഓങ്കോളജിയുടെ പ്രിവെന്റീവ് ആസ്പെക്റ്റിൽ പ്രവർത്തിക്കുന്ന വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിംഗ് വേൾഡ് റിനോൺഡ് ഓങ്കോളജിസ്റ്റുകൾ, അതുപോലെ ഹെൽത്ത് പോളിസി മേക്കേഴ്സ് എല്ലാവരും പങ്കെടുക്കുന്ന ഒരു വലിയ പ്രോഗ്രാമാണ്. അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടി വെബിനാർ ഉദ്ഘാടനം ചെയ്യാൻ നമുക്കിവിടെ ഇന്ന് ലഭിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ ഒരു ആമുഖവും ആവശ്യമില്ലാത്ത നമ്മുടെ അനുഗ്രഹീത കലാകാരി, മലയാളികളുടെ എല്ലാം പ്രിയങ്കരിയായ ശ്രീമതി മഞ്ജു വാര്യറാണ്. മാഡത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. അതുപോലെ നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണറായി നമുക്ക് ഇന്ന് ഇവിടെ ലഭിച്ചിരിക്കുന്നത് സർ മോഹൻ കുന്നുമേൽ സാറാണ്. സാറ് വൈസ് ചാൻസലർ, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അതുപോലെ സ്വസ്തി ഫൗണ്ടേഷന്റെ ചെയർമാൻ ആണ്, ഹീലിംഗ് ഹാൻഡ്സിന്റെ. സാറിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഡോക്ടർ ചന്ദ്രമോഹൻ, അദ്ദേഹം ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് സർജിക്കൽ ഓങ്കോളജിയുടെ വൈസ് പ്രസിഡന്റ് ആണ്. സ്വസ്തി ചെയർമാൻ, ഹീലിംഗ് ഹാൻഡ്സിന്റെ ചെയർമാൻ ആണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ റിജോ മാത്യു, ഇന്ത്യൻ റേഡിയോളജിക്കൽ ആൻഡ് ഇമേജിംഗ് അസോസിയേഷന്റെ കേരള ചാപ്റ്റർ പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ പി അൻസാർ, അദ്ദേഹമാണ് ഇന്നിവിടെ എക്സ്പേർട്ട് ടോക്കിന് നമ്മോടൊപ്പം ചേരുന്നത്. അതുപോലെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഡോക്ടർ ആവണി KP, ഡോക്ടറിനെ സ്വാഗതം ചെയ്യുന്നു. മറ്റ് സ്വസ്തിയിൽ നിന്നും, അമ്മ സംഘടനയിൽ നിന്നും, IRIയിൽ നിന്നും ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കിനി പരിപാടിയുടെ ഒഫീഷ്യൽ ഇനോഗ്രേഷനിലേക്ക് കടക്കാം. മാഡത്തെ ഇനോഗ്രേറ്റ് ചെയ്യാനായി ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. എ വെരി വാം ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. താങ്ക്സ് ടു അമ്മ അസോസിയേഷൻ, ഇന്ത്യൻ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് അസോസിയേഷൻ ആൻഡ് സ്വസ്തി ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതിൽ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യാൻസർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു ഡെക്കേഡ്സ് ആയിട്ട് നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും കോമൺ ആയി വന്ന് ഭവിച്ച ഒരു വാക്കായി മാറി. അപ്പൊ അത് ഈ മെഡിക്കൽ ഫെസിലിറ്റീസിനോടുള്ള ആക്സസ് കൂടിയത് കൊണ്ടാണോ അതോ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വന്നത് കൊണ്ടാണോ എന്ന് എനിക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല. അതൊക്കെ വിശദമായിട്ട് പറയാൻ അറിയുന്ന ഡിഗ്നിറ്ററീസ് നമ്മുടെ കൂടെയുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്കൊരു കോമൺ മാന്റെ പെർസ്പെക്റ്റീവിലാണ് പറയാൻ പറ്റുക. എന്നെ സംബന്ധിച്ച് എന്റെ ലൈഫിൽ ഞാൻ ക്ലോസ് ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ക്യാൻസറിന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അടുത്തുണ്ടായിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്റെ പേരൻസിന് 2 പേർക്കും ക്യാൻസർ വന്നതാണ്. അമ്മ ബ്രസ്റ്റ് ക്യാൻസർ സർവൈവ് ചെയ്ത് ചാമ്പ്യനായിട്ട് ഇപ്പൊ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അച്ഛൻ 2-3 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ക്യാൻസറിന്റെ ഒരു അറ്റാക്ക് വന്നിരുന്നു. 3rd ടൈം അച്ഛനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ക്ലോസ് ക്വാർട്ടേഴ്സിൽ ഇതിന്റെ ഏറ്റക്കുറച്ചിലുകളും ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് പല ഘട്ടങ്ങളിൽ കണ്ടും കേട്ടും അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട് ഞാൻ. ഹലോ, വേറെ എന്തോ ഒരു നോയ്സ് അതിന്റെ ഇടയിൽ വന്നു തോന്നുന്നു. പക്ഷെ എനിക്ക് ഇതൊന്നേ പറയാനുള്ളൂ, ഇങ്ങനത്തെ ക്യാമ്പയിൻസ് ശരിക്കും നമുക്ക് നമ്മുടെ സൊസൈറ്റിക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയുടെയും മറ്റെല്ലാ ഒരു സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇൻഫർമേഷന്റെ ഒരു ഓവർലോഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നമ്മളെപ്പോഴും കൺഫ്യൂസ്ഡ് ആവുമല്ലോ. പിന്നെ ഇപ്പോ ഈ ഒക്ടോബർ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് ആണ് ഓഫ് കോഴ്സ്. അപ്പൊ സ്ത്രീകളെയാണ് കൂടുതൽ അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. സ്ത്രീകളിൽ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, എപ്പോഴും ഒരു ഇൻഹറന്റ് ടെൻഡൻസി ഉണ്ട് അവനവന്റെ കാര്യം പിന്നിലേക്ക് പുഷ് ചെയ്ത് ഫാമിലിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ മുന്നിലേക്ക് വെക്കുന്ന ഒരു പ്രവണത സ്ത്രീകളുടെ ഉള്ളിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇങ്ങനെ എങ്ങാനും ഇത് കണ്ടുപിടിച്ചാൽ പിന്നീട് അത് ശാരീരികമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ ഒക്കെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളൊരു പേടിയൊക്കെ ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുമുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഫിയറുകൾ, ഒരുപാട് ഭയങ്ങളെ മാറ്റാനായിട്ട് ഇത്തരം ക്യാമ്പയിനുകൾ
വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ തന്നെ പേഴ്സണലി പല മീഡിയ ഹൗസസുമായിട്ടും പല ഹോസ്പിറ്റൽസ് ആയിട്ടും പല അസോസിയേഷൻസ് ആയിട്ടും ഒക്കെ ഇങ്ങനെ ഒരു ക്യാൻസർ അവയർനെസ് ക്യാമ്പയിൻസിൽ പങ്കെടുത്തിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു ഗുണം നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളതിന് ഞാൻ നേരിട്ട് സാക്ഷിയായിട്ടുണ്ട്. ഈ ഒരു ക്യാമ്പയിൻ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയി തീരട്ടെ എന്നും ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൽ എവിടെയോ ഒളിച്ചിരിക്കുന്ന ഭയം ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ, ഇത് കണ്ടുപിടിച്ചാൽ തന്നെ ഏർലി ഡിറ്റക്ഷൻ ഇതിൽ എത്രയോ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എത്ര നേരത്തെ കണ്ടുപിടിക്കുന്നോ അത്രയും എളുപ്പമാണ് ഇത് ചികിത്സിച്ച് മാറ്റാൻ. ഇനി അഥവാ ചെക്ക് ചെയ്യുമ്പോൾ ഇല്ല എന്നറിഞ്ഞാൽ അതും സമാധാനമാണല്ലോ. സോ എങ്ങനെ നോക്കിയാലും ഇതൊരു ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ ഓർഗനൈസ് ചെയ്യുന്നതിന് ഒന്നും കൂടി അമ്മ അസോസിയേഷൻ, ഇന്ത്യൻ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് അസോസിയേഷൻ ആൻഡ് സ്വസ്തി ഫൗണ്ടേഷൻ എന്നിവർക്ക് മനസ്സ് നിറഞ്ഞ നന്ദി. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ സ്നേഹത്തോടെ വെരി കൈൻഡ്ലി ഇൻവൈറ്റ് ചെയ്തത് കുക്കു ചേച്ചിയാണ്. താങ്ക് യു കുക്കു ചേച്ചി. I hope this campaign becomes a big success and ends up being helpful to lots and lots of women. Thank you. And I happily inaugurate this campaign. Thank you, ma'am. Thank Thank you so you. much. Thank you, Manju. I'm Kuku here. I'm very Hi, obliged Jyoti. and thank you very much. Thank you, Thank you. Manju. And if I This have is your Shweta. permission, may I take your leave? Yep, Thank you, Manju. You can listen Thank as you. well. You can listen Okay, if okay. you want. You can go out of the video, but you can listen. But thank you Yes. very much from the bottom of my heart. Thank you. Thank you. Thank you Thank so you, much, Manju. everybody. Thank Hi. you. Hi, Shweta. Hi, thank you. God Bye, bless bye. you. Means a My lot. request is, Thank you. Manju madam, if you have time, please listen, because I need you to listen, because you have a lot of more things to do in your capacity. And Okay. today's topic is actually about that. So I request you, if you have time, please Yes, share. I have a little bit of time. ഞാൻ പറ്റുന്നത് വരെ ഞാൻ ഉറപ്പായിട്ടും Yeah. ഇരിക്കാം. Yeah, Thank you. you can listen to it. You don't have to be Yes, on the yes. visual. Yeah. Okay, okay. And wishing you all a wonderful evening. Thank you. Thank you. അടുത്തതായി മെസ്സേജ് നൽകാൻ മോഹൻ സാറിനെ ക്ഷണിക്കുന്നു. സാർ ഒന്നും അൺമ്യൂട്ട് ചെയ്യണേ. Okay. Mute ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. Sir, unmute ആയി, sir, unmute ആയി. Sir പറയുന്നത് കേൾക്കാം. Okay. Thank you so much. എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മഹാനടി, കേരളത്തിന്റെ അഭിമാനം, ശ്രീമതി മഞ്ജു വാര്യർ, താങ്ക് യു ഫോർ ഇനാഗുറേറ്റിംഗ് ദിസ് ഗ്രേറ്റ് ഇവന്റ്. പ്രശസ്ത ഓങ്കോ സർജൻ പ്രിയപ്പെട്ട ചന്ദ്രമോഹൻ, IRIA-യുടെ ഇന്ത്യൻ റേഡിയോളജിക്കൽ ആൻഡ് ഇമേജിംഗ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റും ഈ മൂവ്മെന്റിന്റെ ജനയിതാവുമായ ഡോക്ടർ റിജോ മാത്യു, ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയങ്കരായ സുഹൃത്തുക്കളെ, ഇന്ന് വളരെ മനോഹരമായ ഒരു ദിനമാണ്. ഇന്ന് മഹാനവമിയാണ്. മഹാനവമി, ഇനി നാളെ വിജയദശമി. വിജയദശമി എന്ന് പറയുന്നത് ഒരു വിജയത്തിന്റെ ദിനമാണ്. 10 തലയുള്ള രാവണനെ നിഗ്രഹിക്കുന്ന ദിവസം, അതുപോലെ തന്നെ മഹിഷാസുരനെ നിഗ്രഹിക്കുന്ന ദിവസം. നമുക്ക് ഏത് വേണമെങ്കിലും വിശ്വസിക്കാം, പക്ഷെ ഏതായാലും തിന്മയെ വിജയിക്കുന്ന ദിവസമാണ് ഈ ഇന്നും നാളെയുമൊക്കെ. നമ്മുടെ ചുറ്റും കാണുന്ന ഏറ്റവും വലിയ ഭീകര രൂപിയായ 10 തലയുള്ള ക്യാൻസറിനെ നിഗ്രഹിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ്. ബ്രസ്റ്റ് ക്യാൻസർ ആണ് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും വരുന്ന ഏറ്റവും കൂടുതൽ വരുന്ന ക്യാൻസർ. അത് ക്യാൻസറിന്റെ 34%, 22%, അങ്ങനെ ഒരുപാട് കണക്കുകളുണ്ട്. കണക്കുകൾ എത്രയായാലും അത് വളരെയധികം വർദ്ധിക്കുന്നു എന്നുള്ളത് കണക്കുകളിലൂടെ പറയുന്നു. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ബ്രസ്റ്റ് ക്യാൻസർ 300% വർദ്ധിച്ചു എന്നാണ് ചില കണക്കുകൾ പറയുന്നത്. ഒരുപക്ഷെ അത് ഭംഗിയായിട്ട് കണ്ടുപിടിക്കാൻ തുടങ്ങിയത് കൊണ്ടും ആകാം. പക്ഷെ അതിലേറ്റവും ദുഃഖകരമായ കാര്യം 50% ബ്രസ്റ്റ് ക്യാൻസറുകൾ കണ്ടുപിടിക്കുന്നത് ലേറ്റ് സ്റ്റേജിലാണ്, 3rd സ്റ്റേജിലും 4th സ്റ്റേജിലും ഒക്കെയാണ്. അപ്പൊ ആ സമയത്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചികിത്സ ദുഷ്കരമാണ്. ചികിത്സിക്കാം, ഇപ്പോഴും നമ്മൾ ചികിത്സിക്കും, ഒരുപാട് പേര് ജീവിക്കുകയും ചെയ്യും, അക്കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. പക്ഷേ എന്തിനതുവരെ പോകണം? എന്തുകൊണ്ട് നേരത്തെ
കണ്ടുപിടിച്ചുകൂടാ? അതാണ് നമ്മുടെ ഈ ദിനത്തിന്റെ കഴിഞ്ഞ 1980-കളിൽ തൊട്ടാണ് ഈ ഒക്ടോബറിനെ ബ്രസ്റ്റ് ക്യാൻസർ മന്തായിട്ട് ആചരിക്കാൻ തുടങ്ങി. ഇത്രയും വർഷമായിട്ട് നമ്മളത് ആചരിക്കുകയാണ്. ഒരു മാസം മുഴുവൻ ഇതിനെക്കുറിച്ചിട്ടുള്ള അവയർനെസ് പരത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ മേഖലയിൽ ബൃഹത്തായ ഗവേഷണം നടത്തുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ ഇവിടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവയർനെസ് വളരെ വളരെ ലഘുവായിട്ടുള്ള ഒറ്റ കാര്യമാണ്. ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയും, കണ്ടുപിടിച്ചാൽ അത് മാറ്റാൻ കഴിയും. ബ്രസ്റ്റ് ക്യാൻസർ വന്നയാൾക്ക് സാധാരണഗതിയിലുള്ള ജീവിതം ഇപ്പോൾ നൽകുവാൻ ഇന്ന് നമ്മുടെ വൈദ്യശാസ്ത്രത്തിന് കഴിയും. അതാണ് ഏറ്റവും വലിയ മെസ്സേജ് നമുക്ക് നൽകാൻ കഴിയുന്നത്. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ വരാതിരിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് നിത്യം വ്യായാമം നടത്തുന്ന ആളുകൾ, അരമണിക്കൂർ 45 മിനിറ്റ് ദിവസവും നടക്കുന്ന ആളുകൾ, പൊണ്ണത്തടി ഇല്ലാത്ത ആളുകൾ, ഇവർക്കൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ കുറയും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് പരിപാലിക്കാവുന്ന കാര്യങ്ങളാണ്. പൊതുവേ തന്നെ ആരോഗ്യത്തിന് ഗുണകരമായ അത്തരം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പക്ഷേ ദ മെസ്സേജ് ഈസ് ലൗഡ് ആൻഡ് ക്ലിയർ. ദിസ് ഈസ് എ വാർ വി ആർ ഗോയിങ് ടു വിൻ. ആൻഡ് അത് വിജയദശമി ദിനത്തിൽ നമ്മളത് പ്രഖ്യാപിക്കുകയാണ്. ഇത് ബ്രസ്റ്റ് ക്യാൻസറിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോകത്തിലുള്ള മിക്കവാറും ക്യാൻസറുകളെ നമുക്ക് വിജയിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഗ്ലോബൽ പ്രിവെന്റീവ് ഓങ്കോ സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു മഹാസമ്മേളനം ചരിത്രത്തിലാദ്യമായി, ഈ ഗ്ലോബിലാദ്യമായി നടത്തുവാൻ പോകുന്നത്. അതിന്റെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് സ്വസ്തി ഫൗണ്ടേഷനാണ്. ഇന്ത്യൻ റേഡിയോളജിക്കൽ ആൻഡ് ഇമേജിംഗ് അസോസിയേഷന്റെ പ്രിവെന്റീവ് ഓങ്കോളജി വിഭാഗമാണ്. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ബഹുമാന്യരായ എല്ലാവരുമാണ് ഈ ചരിത്ര സംഭവമാകാൻ പോകുന്ന പ്രിവെന്റീവ് ഓങ്കോ സമ്മിറ്റിന്റെ ഒരു നാന്ദി എന്ന നിലയിൽ, അതിന്റെ ഒരു കേളികൊട്ട് എന്ന നിലയിലാണ് നമ്മളിത് ഇവിടെ നടത്തുന്നത്. തീർച്ചയായിട്ടും ഇത് ഉദ്ഘാടനം ചെയ്യാൻ വന്നു ചേർന്നത് കേരളത്തിന്റെ അഭിമാനമാണ് ശ്രീമതി മഞ്ജു വാര്യരാണ്. അമ്മയുമായി ചേർന്നാണ് നമ്മൾ ഈ പ്രസ്ഥാനം നടത്തുന്നത്. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ലിങ്കാണ്. ജനങ്ങളുമായി ഏറ്റവും അധികം സംവേദിക്കുന്ന, ജനങ്ങൾ വിശ്വസിക്കുന്ന നമ്മുടെ സിനിമാ താരങ്ങൾ, അവരിലൂടെ ഈ സന്ദേശം നമ്മൾ പരത്തുകയാണ്. അതായത് ക്യാൻസർ നമുക്ക് വിജയിക്കാം, ഭയപ്പെടേണ്ടതില്ല. നേരത്തെ മഞ്ജു വാര്യർ പറഞ്ഞതുപോലെ ക്യാൻസർ വന്ന അമ്മമാരും സഹോദരിമാരും അത് രഹസ്യമായി വെക്കാറുണ്ട്. അത് രഹസ്യമായി വെക്കുന്നതിന്റെ പ്രധാന കാരണം ഇത് ചികിത്സിച്ചു മാറില്ല എന്ന ഭയം കൊണ്ടാണ്. ആ ഒറ്റ കാരണം കൊണ്ട് അതവരെ രഹസ്യമായി വെക്കുകയും അവസാനം ലാസ്റ്റ് മിനിറ്റിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇത് പുറത്തു വരുമ്പോൾ അവർ മരണത്തിന് അടിമപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ അവരോട് പറയേണ്ട മെസ്സേജ്, നമുക്ക് ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ആ അസുഖങ്ങൾ പോലെ ഇതും ചികിത്സിക്കാം, ചികിത്സ ഉണ്ട്, നേരത്തെ കണ്ടുപിടിക്കാം. കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിയുന്ന റേഡിയോളജി ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഏറ്റവും മികവാർന്ന റേഡിയോളജി, മാമോഗ്രാഫി, അൾട്രാസൗണ്ട് തുടങ്ങിയ സ്കാനുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് വളരെ വളരെ നേരത്തെ അത് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി അത് കണ്ടുപിടിക്കാൻ പരിശോധന നടത്തുമ്പോൾ ക്യാൻസർ ഇല്ല എന്ന് കണ്ടുപിടിക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അതാണ് നമ്മുടെ ബഹുമാനിയായ മഞ്ജു വാര്യർ പറഞ്ഞത്. 50 വയസ്സിന് മുകളിലുള്ള എല്ലാവരും മാമോഗ്രാഫി ചെയ്യണം എന്നാണ് അമേരിക്കയിൽ മറ്റുമൊക്കെ പറഞ്ഞത്. ഇപ്പൊ ഈയിടെ 2024 അവരുടെ റെക്കമെൻഡേഷൻ അത് 40 വയസ്സിൽ തൊട്ട് തന്നെ തുടങ്ങാം എന്നാണ്. അപ്പോ നേരത്തെ കണ്ടുപിടിക്കുക, അസുഖമില്ല എന്ന് തിരിച്ചറിയുക, അസുഖമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനെ മാറ്റുക, സാധാരണ ജീവിതം നയിക്കുക. അതാണ് ഇന്നത്തെ മെസ്സേജ്. ഈ യോഗത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തുന്നതിന് ആരോഗ്യ സർവകലാശാല മുന്നോട്ടിറങ്ങുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം ഇതിനു വേണം. എല്ലാവർക്കും വിജയദശമി ആശംസകൾ, വിജയത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your wonderful message and blessings. അടുത്തതായി നമ്മുടെ മെസ്സേജ് നൽകാനായി ഞാൻ ക്ഷണിക്കുന്നു ഡോക്ടർ ചന്ദ്രമോഹൻ. ഡോക്ടർ. നമ്മുടെ ബഹുമാന്യനായ മോഹൻ കുന്നുമ്മൽ സാർ, മലയാളത്തിൻ്റെ മഹാനടി മഞ്ജു, ഈ വിജയദശമി നാളിൽ ഈ തുടങ്ങുന്ന ഒരു സംരംഭം കേരളത്തിലാകെ മാറ്റം വരുത്തുന്ന ഒരു വൻ മാറ്റമായിട്ട് ഉയർന്നു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം,
ക്യാൻസർ നമ്മുടെയൊക്കെ ജീവിതത്തെ സംബന്ധിച്ച് കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ തന്നെ മലയാളത്തിലെ പല മലയാള സിനിമയിലെ തന്നെ പല വിശിഷ്ട വ്യക്തികളും ക്യാൻസറിനെ അതിജീവിച്ച് തിരിച്ചെത്തുന്നുണ്ട്. അതേസമയം ഇത് എല്ലാ രോഗികളെ സംബന്ധിച്ചിട്ടും നേരത്തെ അറിയുക എന്നുള്ള കാര്യം നടക്കാത്തത് കൊണ്ട് പലപ്പോഴും അവർ അഡ്വാൻസ് സ്റ്റേജിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സന്ദേശം വളരെ വ്യക്തമായിട്ട് മഞ്ജുവും മോഹൻ സാറും പറയുകയുണ്ടായി. ഇതിന് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാവുന്നത്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്യാൻസർ നിർണ്ണയിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിൽ സ്തനാർബുദമാണ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതലുള്ളത്. ഒരു 1,00,000 പേര് എടുത്താൽ ഒരു 40-50 പേർക്ക് ഒരു വർഷത്തിൽ സ്തനാർബുദം വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വനിതയ്ക്ക് ക്യാൻസർ വരുമ്പോഴത്തേക്കും പലപ്പോഴും കുടുംബത്തിൻ്റെ മറ്റ് ഭാരങ്ങൾ കൊണ്ടും, ഒരുപക്ഷെ കുട്ടികളുടെ പരീക്ഷ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭർത്താവിൻ്റെ ജോലി ആയിക്കോട്ടെ, അതുകൊണ്ട് പലപ്പോഴും മാറ്റിവെക്കുന്ന ഒരു ശീലമാണ് വീട്ടമ്മമാരും സ്ത്രീജനങ്ങളും പലപ്പോഴും ചെയ്യേണ്ടി വരുന്നത്. അത് കാരണം ഈ ക്യാൻസറിൻ്റെ കാര്യത്തിൽ 1, 2, 3 മാസം എന്ന് പറയുന്നത് വളരെയധികം ലോങ് ആയിട്ടുള്ള പീരീഡാണ്. ആ സമയത്തിനിടയ്ക്ക് അത് സ്റ്റേജ് കൂടുന്നതിനും പിന്നീടുള്ള ചികിത്സ ഫലപ്രദമായി നടത്താൻ പറ്റാതെ വരുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെസ്സേജ്, അപ്പം ഞങ്ങളെ ഒരു ഓങ്കോളജിസ്റ്റ് നിലയിൽ ഓരോ ദിവസവും OP പോയിരിക്കുമ്പോഴും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, എനിക്ക് തിരക്ക് കാരണം വരാൻ പറ്റിയിട്ടില്ല, അത് 1 വർഷമായി 2 വർഷമായി എന്ന് പറഞ്ഞ് ഇപ്പോൾ ബാക്ക് പെയിൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് വരാൻ പറ്റുന്നത് എന്ന് പറയുന്ന അസംഖ്യ രോഗികളെയും കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം സ്റ്റേജ് 1-ൽ നിന്നും ഈ സമയം കൊണ്ട് സ്റ്റേജ് 4 ആയി, ഇൻക്യൂറബിൾ ആയി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മെസ്സേജ് ഞങ്ങൾ ഡോക്ടർമാർ മാത്രം പോയി പറഞ്ഞാൽ ആരും ചെയ്യാൻ പോകുന്നില്ല. അതേസമയം നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരങ്ങളൊക്കെ വന്ന് പറയുകയാണെങ്കിൽ അത് ആൾക്കാർ ചെവിക്കൊള്ളും. ആ ഒരു അറ്റൻഷൻ ആൾക്കാർക്ക് എത്തിക്കാനും, ഒരു സ്ത്രീ പോലും ഒരു ബ്രസ്റ്റ് ലംബം വെച്ചുകൊണ്ടിരിക്കരുത്. അത് പെട്ടെന്ന് പോയി ചികിത്സിച്ച് മാറ്റിയാൽ അത് വളരെ ചികിത്സയൊന്നും ഇല്ലാതെ തന്നെ ചിലപ്പോൾ അത് മാറിയെന്ന് വരും. കീമോതെറാപ്പിയോ റേഡിയേഷൻ ഒന്നും വേണ്ടി വരില്ല, ചെറിയൊരു ഓപ്പറേഷൻ വഴി അത് മാറ്റാൻ പറ്റുന്നു വരും. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻ ഡിറ്റക്ഷൻ. ഒരു 50 വയസ്സ് കഴിയുന്ന ആൾക്ക് ഒരു മാമോഗ്രാം ടെസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അപ്പം തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ശസ്ത്രക്രിയ വഴി അല്ലെങ്കിൽ ഒരു ചികിത്സ വഴി നമ്മൾ ക്യാൻസർ രോഗചികിത്സയൊന്നും ഇല്ലാതെ തന്നെ അത് വരാതിരിക്കുന്നത് നമുക്ക് പറ്റും. ആ ഒരു ശക്തമായ മെസ്സേജ് കേരളത്തിലുള്ള ഏതാണ്ട് 1.5 കോടിയോളം സ്ത്രീജനങ്ങളിലേക്ക് എത്തിക്കാനും അവരിൽ നിന്നും ആ ഒരു മാറ്റം തുടങ്ങാനും, അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അർബുദബാധിത സംസ്ഥാനം എന്നുള്ള ആ ദുഷ്പേര് കേരളത്തിന് മാറ്റിക്കിട്ടുന്നതിന് നമുക്ക് നമ്മുടെ കളക്റ്റീവായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുള്ളൊരു നല്ല തുടക്കമാവട്ടെ ഇത് പ്രത്യേകിച്ചും ഇന്ന് നമുക്ക് ഇവിടെ വന്ന വ്യക്തിത്വങ്ങളുടെയൊക്കെ വിശിഷ്ടം നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഒരു മറ്റ് സംസ്ഥാനങ്ങൾക്ക് പോലും മാതൃകയാകുന്ന രീതിയിലാണ് നമ്മളിപ്പം ഈ ഒരു സംരംഭം കൊണ്ടുപോകുന്നത്. ഇതിന് എല്ലാ വിജയവും ഞാൻ ആശംസിക്കുന്നു. ഇതിനോടൊപ്പം സുസ്തി ഫൗണ്ടേഷനും കേരള സർജിക്കൽ അസോസിയേഷനും ഓങ്കോളജി കമ്മ്യൂണിറ്റിയും ഉണ്ടാവുമെന്ന് ഞാൻ അഷ്വർ ചെയ്യുന്നു. എല്ലാ ഭാവങ്ങളും നേരുന്നു. ഡോക്ടർ ചന്ദ്രമോഹൻ എല്ലാ സപ്പോർട്ടിനും ബ്ലെസ്സിങ്സിനും ഡോക്ടർ റിജോയെ ക്ഷണിക്കുന്നു. താങ്ക് യു അമ്പലി. നമ്മളിന്ന് വിശിഷ്ടാതിഥികളായ ശ്രീമതി മഞ്ജു വാര്യർ, ഓണറബിൾ വൈസ് ചാൻസലർ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് മോഹനൻ കുന്നമ്മൽ സർ, സ്വസ്തി ഹീലിംഗ് ഹാൻഡ്സിന്റെ ചെയർപേഴ്സൺ ഡോക്ടർ ചന്ദ്രമോഹൻ, മറ്റിവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഈ ഇന്ത്യൻ റേഡിയോളജിക്കൽ ആൻഡ് ഇമേജിംഗ് അസോസിയേഷനും പ്രിവെന്റീവ് റേഡിയോളജി എന്നൊരു ശാഖ നമ്മൾ കൊണ്ടുവന്നതിൻ്റെ തന്നെ പല റേഡിയോളജി ഉപകരണങ്ങളും യഥാർത്ഥത്തിൽ ക്യാൻസർ സ്ക്രീനിങ്ങിന് മാത്രമല്ല ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ സ്ക്രീനിങ്ങിൽ വലിയൊരു റോള് വഹിക്കാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു പ്രിവെന്റീവ് റേഡിയോളജി എന്ന കോൺസെപ്റ്റ് ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട്, മുൻപെല്ലാം പലപ്പോഴും റേഡിയോളജിസ്റ്റിനെ പുറത്തേക്ക് കാണാറില്ല. റേഡിയോളജിസ്റ്റ് പലപ്പോഴും വളരെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റി ആയിട്ട് തുടർന്നത്. അതിൽ നിന്നും മാറി റേഡിയോളജിസ്റ്റും റേഡിയോളജി ഉപകരണങ്ങളും കമ്മ്യൂണിറ്റി സ്ക്രീനിങ്ങിലേക്കും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഫാറ്റി ലിവർ ഡിസീസ്, ഒബീസിറ്റി, ഹാർട്ട് ഡിസീസ്, അതുപോലെ തന്നെ ക്യാൻസർ, ഇത്തരം അസുഖങ്ങളുടെ സ്ക്രീനിങ്ങുകളിലേക്ക് റേഡിയോളജിയെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഭാഗമായാണ് പ്രിവെന്റീവ് റേഡിയോളജി എന്നൊരു ശാഖ തന്നെ റേഡിയോളജിക്കകത്ത് വന്നത്. അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പരമാവധി അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന
ഒരു വലിയ അതുപോലെ തന്നെ ക്യാൻസർ പോലെ മാത്രമല്ല മറ്റ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിലും അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഇതിന് ക്യാൻസർ വരുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെ റിസ്ക് കുറയ്ക്കുന്നതിനായിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് വേറൊന്നും നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായി അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിൻ്റെ അവരുടെ ഒരു റീച്ച് എന്ന് പറയുന്നത് ഒരു മൂവി ആർട്ടിസ്റ്റ് പറയുന്നത് കേൾക്കാനും അവരുടെ ഒരു മെസ്സേജ് വളരെയധികം ജനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും. അമ്മ അസോസിയേഷന്റെ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരനും പ്രസിഡന്റ് ശ്വേതാ മേനനും ഇവരുടെ എല്ലാം ഒരു സഹകരണത്തോടെ, അതുപോലെ സുസ്ഥിയുടെ എബി ജോർജ്, ഇങ്ങനെയുള്ള എല്ലാവരുടെയും സഹകരണത്തോടെ നമ്മളിങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് വന്നപ്പോൾ അത് ഗ്ലോബൽ പ്രിവെന്റീവ് ഓങ്കോ സമ്മിറ്റ് ജനുവരി 16 മുതൽ 18 വരെ തീയതികളിൽ തിരുവനന്തപുരത്ത് ഒരു വലിയ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും, ഹെൽത്ത് പോളിസി മേക്കേഴ്സ്, ഓങ്കോളജിസ്റ്റ്, മെഡിക്കൽ പ്രൊഫഷണലുകളിൽ നിന്ന് മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ സംഭവമാണ് നടക്കാൻ പോകുന്നത്. അതിന്റെ ഒരു കർട്ടൻ റൈസർ ഇവന്റ് കൂടിയാണിത്. അതുപോലെ ഈ സ്ക്രീനിങ് പ്രോഗ്രാം ഏറ്റവും അധികം നമ്മൾ സീക്ക് മെഡിക്കൽ അറ്റൻഷൻ ഏർലി എന്നുള്ളതാണ്. അതായത് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സാമ്പത്തികമായും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ പോലും വളരെയധികം നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നേരത്തെ ഈ മാൻഡേറ്ററി സ്ക്രീനിങ്ങിലേക്ക് പോകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അമേരിക്ക 1970കളിലാണ് 40 വയസ്സിന് മുകളിലുള്ളവർക്ക് മാൻഡേറ്ററി സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഗുണം അവർക്ക് ഉണ്ടാവുകയും ചെയ്തു. അതുപോലെയുള്ള നടപടികളിലേക്ക് ഹെൽത്ത് പോളിസി മേക്കേഴ്സിനെയും അതുപോലെ തന്നെ ക്യാൻസർ രജിസ്ട്രികൾ ഉണ്ടാകുന്നതിനും ഇന്ത്യയിലെ യഥാർത്ഥത്തിലുള്ള സ്ഥിതിഗതികൾ അറിയുന്നതിനും ഒക്കെ ആയിട്ടാണ് ഈ ഗ്ലോബൽ പ്രിവെന്റീവ് ഓങ്കോ സമ്മിറ്റ് വരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി ഉള്ള ഒരു കർട്ടൻ റൈസർ ഇവന്റ് ആണിത്. ഇത് തുടർന്നും ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. ഇതിൽ സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അതിലേക്ക് ഇനിയും ഓരോരുത്തർക്കും ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഓരോ സംഘടനകൾക്കും അതിൽ ഉള്ള ഓരോ മെമ്പർമാർക്കും വളരെയധികം കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നു. നന്ദി. താങ്ക് യു ഡോക്ടർ റിജു. അടുത്തതായി ഇന്നത്തെ സബ്ജക്ട് എക്സ്പേർട്ട് ഡോക്ടർ PP അൻസാറിനെ സെഷൻ ഹാൻഡിൽ ചെയ്യാനായി ക്ഷണിക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇപ്പോൾ ആദ്യം നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്ത മഞ്ജു മാഡം പറഞ്ഞിരുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ല ശരിക്കും ക്യാൻസർ കൂടിയതാണോ അതോ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നത് കൂടിയതാണോ എന്ന്. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ ഈ വരുന്ന കാര്യങ്ങളിൽ പറയുന്നതാണ്. അതുപോലെ നമ്മൾ ക്യാൻസറിനെതിരെ പോരാടുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. ബട്ട് നമ്മൾ പോരാടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് നേട്ടമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ആരെയാണ്, നമ്മൾ എന്ത് മെസ്സേജ് കൊടുത്താൽ അല്ലെ എന്ത് മാറ്റിയാലാണ് ജനങ്ങളുടെ എന്ത് അറിവില്ലായ്മയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്, എന്ത് ഭയത്തിനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്, അവരിൽ എങ്ങനെയാണ് ഈ ഭയം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, ഈ മുതലായ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഒരു സ്ലൈഡ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതായിരിക്കും നല്ലത്. അറ്റ് എനി പോയിന്റ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ സ്റ്റോപ്പ് ആൻഡ് ആസ്ക്. ബിക്കോസ് ദിസ് ഈസ് ബേസിക്കലി ഡോക്ടർ എന്ന നിലയിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം നിങ്ങൾക്കും കൂടെ മനസ്സിലാക്കി തരിക, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇത് ജനങ്ങളിൽ എത്തിക്കുക. അതാണ് ഈ ഒരു പ്രസൻറ്റേഷൻ്റെ ഉദ്ദേശം. എന്നാൽ ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യട്ടെ. കാണാമോ? സ്ലൈഡ് കാണാമോ? സോ വൈ ഒക്ടോബർ മാറ്റേഴ്സ്, കേരളാസ് റോൾ ഇൻ ഗ്ലോബൽ ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രസ്റ്റ് ക്യാൻസർ. ഇതാണ് ഇന്നത്തെ ടോപ്പിക്. നമ്മൾ ഇതുവരെ എന്ത് ചെയ്തു, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോ മോഹൻ സാർ പറഞ്ഞതുപോലെ 1985 അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി ആസ്ട്രാസെനക്ക എന്ന ഒരു ഫാർമസി കമ്പനിയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഒക്ടോബർ മന്ത്
ബ്രസ്റ്റ് ക്യാൻസറിനെതിരെയുള്ള പോരാട്ടത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്നൊരു തീരുമാനം എടുത്തത്. 1990 ആയപ്പോഴേക്കും പിങ്ക് റിബൺ അതിൻ്റെ ഒരു യൂണിവേഴ്സൽ സിംബലായി മാറി. അങ്ങനെ വർഷങ്ങളായി ഓരോരോ തീം ഏറ്റെടുത്തുകൊണ്ട് ഇത് നടന്നു വരികയാണ്. 2025 പ്രധാന തീം എന്ന് പറയുന്നത് ടുഗെദർ വി ക്യാൻ, നമുക്ക് ഒരുമിച്ച് ഇത് നേടാൻ പറ്റും. ആൻഡ് ഏർലി ഡിറ്റക്ഷൻ സേവ്സ് ലൈഫ്സ്. നേരത്തെ കണ്ടുപിടിക്കുന്നതാണ് ജീവൻ രക്ഷപ്പെടുത്താൻ അനിവാര്യം. ഇതാണ് നമ്മുടെ മെസ്സേജ്. അതെങ്ങനെ നമുക്ക് നേരത്തെ കണ്ടെത്താം, നേരത്തെ കണ്ടെത്തിയാലും വരാത്തവരെ എങ്ങനെ എത്തിക്കാം, അതിനോടുള്ള മാർഗം എന്ന് പറയുന്നത് ഇക്വിറ്റി ഇൻ സ്ക്രീനിങ് ആൻഡ് ടൈംലി ഡയഗ്നോസിസ്. സ്ക്രീൻ ചെയ്യപ്പെടേണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, അവർ കൃത്യമായി സ്ക്രീൻ ചെയ്യപ്പെടണം. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സിംറ്റം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ടൈംലി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ജനങ്ങളിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, നേരത്തെ കണ്ടെത്തുക, ഇതുപോലുള്ള ആക്ടിവിറ്റീസിന് ഫണ്ട് റേസ് ചെയ്യുക. ബിക്കോസ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറാണ്. സ്ത്രീകളിൽ മാത്രമല്ല, പൊതുവിലെടുത്താലും ബ്രസ്റ്റ് ക്യാൻസറാണ് പിന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. മാത്രവുമല്ല, ബാക്കി എല്ലാ ക്യാൻസറുകളും ശരീരത്തിൽ പല മറഞ്ഞിരിക്കുന്ന ഭാഗത്താണ് വരുന്നത്. അത് കണ്ടെത്താനും പിന്നെ ചികിത്സിക്കാനും ഒരുപക്ഷെ വൈകിയെന്ന് വരും. പക്ഷെ ബ്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും അത് ചികിത്സിക്കാനും നേരത്തെ ചികിത്സിക്കാനും പറ്റുന്ന ഒരു സ്ഥലത്താണ്. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസർ ഏറ്റവും എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന സ്ഥലത്താണ്. എന്നിട്ട് നമ്മൾ കണ്ടെത്താനായിട്ട് വൈകുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രധാന പ്രശ്നം. സോ ഏർലി ഡിറ്റക്ഷൻ ഈസ് ഈക്വൽ ടു ഹയർ സർവൈവൽ. നേരത്തെ കണ്ടുപിടിച്ചോ രക്ഷപ്പെടും. എത്രത്തോളം വെച്ചാൽ 85 to 90% ക്യൂറാണ്. അത് വൺ ടൈം ട്രീറ്റ്മെൻ്റ് ആണ്, ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓവർ, ദെൻ ബാക്ക് ടു നോർമൽ ലൈഫാണ്. അപ്പോൾ വാട്ട് ഈസ് ആക്ച്വൽ ബർഡൻ? 2,10,000 ന്യൂ കേസസ് ആണ് ആനുവലി ഇന്ത്യയിൽ വരുന്നത്. കേരളത്തിലാണെങ്കിൽ ഏകദേശം 8,000 ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഒരു വർഷം വരുന്നത്. ഇതിൽ നമ്മുടെ 50%-ന് മേളിൽ ലേറ്റ് ആയിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ പ്രശ്നം. ബട്ട് if take other countries with the higher survival, almost 85% of the breast cancer are detected in the early stage 1. For example, in England and US എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിലും അവർക്ക് പോലും ആവറേജ് 65%-ഓളം ഏർലി സ്റ്റേജ് ഡിറ്റക്ഷൻ ഉണ്ട്. അപ്പോൾ കേരളം പോലെ ഇത്രയും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് എന്തുകൊണ്ട് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതുപോലെ തന്നെ ദർ ഇസ് എ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ ട്രിവാൻഡ്രം ആൻഡ് നോർത്ത്. ട്രിവാൻഡ്രത്ത് എടുത്തു കഴിഞ്ഞാൽ 30% മാത്രമേ ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജിൽ കാണുന്നുള്ളൂ. അതേസമയത്ത് കണ്ണൂർ എടുത്തു കഴിഞ്ഞാൽ അപ് ടു 60% ഏർലി സ്റ്റേജിലാണ് അവർ ഡിറ്റക്ട് ചെയ്യപ്പെടുന്നത്. സോ ദർ ഇസ് എ ഡിസ്പാരിറ്റി ഇൻ ഡയഗ്നോസിങ് ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ഇൻ നോർത്ത് വേഴ്സസ് സൗത്ത് ഓൾസോ. അപ്പോൾ താഴത്തെ സ്ലൈഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഏർലി സ്റ്റേജ് 1 ഓർ 2 ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ 81% 5 year സർവൈവൽ ആണ് പുട്ട് ടുഗെദർ. But if we look at the most common subtype of cancer, it is almost 99% curable if it is detected in first stage. So, ഇതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെയാണ് വരുന്നത്. ആവറേജ് ഏജ് ഡയഗ്നോസ് 50 വയസ്സാണ്. അത് 1970 മുതലേ അതേ സ്റ്റാൻഡിലാണ്. എന്നാൽ 70കളിൽ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് 60-65 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് നൗ അവർ ലൈഫ് എക്സ്പെക്ടൻസി ഹാസ് ഗോൺ അപ് ടു 78 years. ദാറ്റ് മീൻസ് ഒരു 27-30 വർഷത്തിൻ്റെ നഷ്ടമാണ് നമ്മൾ ഈ ഒരു ഡിസീസ് ഡിറ്റക്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ ചെയ്തു, അതുകൊണ്ട് എന്തൊക്കെ പ്രയോജനം ഉണ്ടായി? ഇപ്പോൾ സ്വസ്തിയുടെ കീഴിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഏർലി ഡിറ്റക്ഷൻ ക്യാമ്പയിൻ തുടങ്ങിയത്. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഏകദേശം 10,000 പേരെ സ്ക്രീൻ ചെയ്ത് 8 വരെ കണ്ടുപിടിച്ചു. പിന്നെ അത് ഓറൽ ക്യാൻസറിലേക്കും രക്ഷ പോലീസ് സ്ക്രീനിങ്, അതുപോലെ വാക്കത്തോൺസ്, അവയർനെസ് പ്രോഗ്രാംസ്, നിരവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? കേരള ഗവൺമെൻറ് അത് ഏറ്റെടുത്തു. നമ്മൾ പിന്നെ ഈ ഗ്ലോബൽ പ്രിവെൻറ്റീവ് സമ്മിറ്റ് നടത്തിയത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടു. പോളിസി മേക്കേഴ്സ് അതിനെ വളരെ സീരിയസ് ആയിട്ട് കണ്ടു. എന്നിട്ട് ഗവൺമെൻറ് തലത്തിൽ തന്നെ അതിനെ ഒരു പ്രോഗ്രാമാക്കി മാറ്റി കൊണ്ടുവന്നു.
then they expanded to the whole population of Kerala. ഏകദേശം 1 million സ്ത്രീകളെ ആണ് ഒരു മാസം കൊണ്ട് സ്ക്രീൻ ചെയ്തത്. So that was the impact that Swasti was making. ഇനി നമ്മൾ ആക്ച്വലി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കേരള ജനതയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതെന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ 8000 കേസാണ് ബ്രസ്റ്റ് ക്യാൻസർ ഒരു വർഷം കേരളത്തിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്നത്. അതിൽ ഇപ്പോഴത്തെ സർവൈവൽ എന്ന് പറഞ്ഞാൽ 60% ആണ് ആവറേജ്. സോ 4920 സർവൈവേഴ്സ് ആണ്. നമ്മൾ സ്റ്റേജ് 1 ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ, ആസ് ഇംഗ്ലണ്ടിലെ പോലെ, ഇംഗ്ലണ്ടിൽ 81% ക്യാൻസേഴ്സും സ്റ്റേജ് 1 ഡിറ്റക്ട് ചെയ്യുന്നത്. So almost 6480 cases. So 6663 survivors. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം നമുക്ക് 1141 ജീവിതങ്ങളാണ് സേവ് ചെയ്യാൻ പറ്റുന്നത്. സി ഇഫ് യു കണ്ടിന്യൂ ടു ഹാവ് ദിസ് എഫർട്ട് ഫോർ ദ നെക്സ്റ്റ് 10 years, ഇന്നിപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്ത് നാളെ സോ മെനി അതേഴ്സ് ഓർഗനൈസേഷൻസ് വിൽ ടേക്ക് അപ്പ്. ഇത് പ്രോഗ്രാം തന്നെ ഇന്ത്യ ഏറ്റെടുക്കും, നാഷണൽ ലെവലിൽ ഏറ്റെടുക്കും. സോ ഇറ്റ്സ് ഗോയിങ് ടു ചേഞ്ച് എ ഡ്രാസ്റ്റിക് ബെനിഫിറ്റ് ഫോർ ദ ഹോൾ ഓഫ് ഇന്ത്യ. കാരണം കേരളത്തിൽ നടക്കുന്നത് ഇന്ത്യ മൊത്തത്തിൽ ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. അപ്പോൾ 10 വർഷം നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ്? ഇൻ ആക്ച്വൽ നമ്പേഴ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഗെയിൻ ഈസ് 11,426 families that we are going to save if we send a simple message. അപ്പോൾ ആ മെസ്സേജ് എത്തിക്കുന്നതിന് നമുക്ക് ഇപ്പം നിലവിലുള്ള ചലഞ്ചസ് എന്താണ്? ലോ അവയർനെസ് ഓഫ് എ പെയിൻലെസ് ലംപ്. വേദനയില്ലാത്ത മുഴയാണ് ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണം. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ക്യാൻസേഴ്സ് കം ലെസ് ദാൻ 50 years of age. ആ സമയത്ത് വേദനയില്ലാത്തൊരു മുഴ വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസർ ആകാമെന്നുള്ള സിമ്പിളായിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. മാത്രമല്ല, സ്വന്തമായിട്ട് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുക എന്നുള്ള ഒരു ഇത് ജനങ്ങളിൽ എത്തിച്ചിട്ടും അത് ഒരുപാട് പേര് അത് ഏറ്റെടുക്കുന്നില്ല. നമ്മൾ തന്നെ സ്റ്റഡീസിൽ 45 to 50% ആൾക്കാർ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. അതുപോലെ ലിമിറ്റഡ് നോളജ് ഓഫ് ജനറ്റിക് ആൻഡ് ഫാമിലി റിസ്ക്. 15 to 20% ഓഫ് ദ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആണ്. അതായത് ആൾറെഡി ആ ഒരു ഫാമിലിയിൽ വന്നിട്ടുണ്ടാവും. നമുക്ക് സിമ്പിളായിട്ടുള്ള ചില കാൽക്കുലേഷൻസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും വാട്ട് ഈസ് ദ ആക്ച്വൽ ചാൻസ് ഓഫ് ദിസ് പേഴ്സൺ ഇൻ ദാറ്റ് ഫാമിലി ടു ഗെറ്റ് എ ബ്രസ്റ്റ് ക്യാൻസർ. അവർക്ക് നേരത്തെ തന്നെ സ്ക്രീനിങ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ്സ് 20%. അത് നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാൽ പോലും നേരത്തെ മഞ്ജു മോഡോ മോഹൻ സാറും ഒക്കെ പറഞ്ഞതുപോലെ പല പല കാരണങ്ങൾ കൊണ്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കും. അത് ഏറ്റവും പ്രധാന കാരണം വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ആണോ, എൻ്റെ ലൈഫ് ഈസ് ഓവർ, എനിക്കിനി ജീവിതം ഇല്ല എന്നുള്ള ഒരു ചിന്തയാണ് ആദ്യം അവരുടെ മനസ്സിൽ വരുന്നത്. അതെന്തുകൊണ്ട് വരുന്നു എന്നുള്ള കാര്യം ഞാൻ വഴിയെ പറയുന്നുണ്ട്. അപ്പം ആ ഒരു ഫിയർ എബൌട്ട് ക്യാൻസർ ആണ് കണ്ടെത്തിയാലും ചികിത്സ എടുക്കുന്നതിനെ നിന്ന് അവരെ വൈകിക്കുന്നത്. അത് നമുക്ക് മാറ്റണം. ഇനി അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മുടെ ടാർഗറ്റ്? നമ്മൾ എന്ത് ചെയ്യണം? സോ വി ഹാവ് ടു റൈസ് അവയർനെസ് ദാറ്റ് പെയിൻലെസ് ലംപ് ഇസ് എ മോസ്റ്റ് കോമൺ സിംറ്റം ആൻഡ് വി ഹാവ് ടു ഗെറ്റ് ദി മെഡിക്കൽ അറ്റൻഷൻ ഇമ്മീഡിയറ്റ്ലി. സോ ഫോർ വിച്ച് വി ഹാവ് ടു പ്രൊമോട്ട് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. അതുപോലെ തന്നെ വി ഹാവ് ടു ഐഡൻറ്റിഫൈ പീപ്പിൾ അറ്റ് എ ഹൈ റിസ്ക് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ബൈ looking at the family history, and those people should be brought to a mammographic screening. Then എല്ലാവർക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് നമ്മൾ പുഷ് ചെയ്യണം. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം വെച്ചാൽ വൈ ദർ ഈസ് ഫിയർ അബൌട്ട് ക്യാൻസർ? ബിക്കോസ് ക്യാൻസറിനെ കുറിച്ച് നമ്മുടെ ഇടയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ്, സിനിമകളായാലും എല്ലാം ഫിയർ ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതൊരു നെഗറ്റീവായിട്ടുള്ള ന്യൂസായിട്ടാണ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ടാണ് ജനറലി നമ്മുടെ എല്ലാ ഏരിയാസിലും, ഗവൺമെൻറ് എടുത്താലും മൂവി എടുത്താലും എല്ലാവരും അങ്ങനെ അതിനെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. ബട്ട് ദർ ഇസ് ചേഞ്ച് ഈസ് ഹാപ്പനിങ്. അതാണ് ഈ ഫിയർ വരാനുള്ള പ്രധാന കാരണം. ബട്ട് ഫാക്ട് എന്താണ്? ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്യൂറബിൾ ഡിസീസ് ഇഫ് വി ഡിറ്റക്ട് ഏർലി. ആ മെസ്സേജ് എത്തിക്കഴിഞ്ഞാൽ തന്നെ ലംബ് കണ്ട ഉടനെ തന്നെ ഒന്ന് ചികിത്സ എടുക്കും. So the barriers that we have to overcome is, first, fear of cancer has to be eliminated. Then the awareness has to be created. Then reduce the financial burden. പിന്നെ സ്ത്രീകളിലെ ഫാമിലി ഓവർ സെൽഫ് എന്നുള്ളത് ഇറ്റ്സ് എ റിയൽ തിങ്. അത് നമുക്ക് ആ പ്രയോറിറ്റി, സ്വന്തം ഹെൽത്ത് ഇംപ്രൂവ് ചെയ്താലേ ഫാമിലിയെ നമുക്ക്
സഹായിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു റിയലൈസേഷൻ അവർക്ക് തിരിച്ചു കൊണ്ടുവരണം. അതുപോലെ തന്നെ ഫിയർ ഓഫ് റിജക്ഷൻ, ഇതുപോലുള്ള പല ബാരിയേഴ്സും നമുക്ക് ഓവർകം ചെയ്യാനുണ്ട്. അതിന് പ്രോപ്പറായിട്ട് അവയർനെസ്സും ഒരു ട്രസ്റ്റ് ബിൽഡിങ്ങും ചെയ്തു കഴിഞ്ഞാൽ ചെയ്യും. മറ്റൊരു നീഡ് ഓഫ് പോസിറ്റീവ് മെസ്സേജിങ്. എന്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ക്യാൻസറിനെ കുറിച്ച് ഫിയർ വരുന്നു? ബിക്കോസ് ദർ ആർ സബ്ലിമിനൽ മെസ്സേജസ് വിച്ച് ഈസ് ഹാപ്പനിങ് ത്രൂ വിച്ച് വി ഡോണ്ട് നോ. നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് ബിയോണ്ട് ആണത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൊബാക്കോയുടെ അയാൾ പുകവലിച്ചു, അയാൾക്ക് ക്യാൻസർ വന്നു, അയാൾ മരിക്കുന്നു. സോ അത് നമ്മുടെ മൈൻഡിൽ ഒരു ഫിയർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ക്യാൻസറിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവരറിയാതെ തന്നെ ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫിയർ ബേസ്ഡ് ആഡ്സ് ആണ് ഇതിൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. ആൻഡ് പബ്ലിക്കിനപ്പം എന്താ മനസ്സിലാവുന്നത്? എല്ലാ ക്യാൻസേഴ്സും ഹോപ്പ്ലെസ് ആണെന്നാണ്. ബട്ട് വാട്ട് ഈസ് എ ഫാക്ട്? ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ 80% ക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസാണ്. ഇഫ് യു ഡിറ്റക്ട് ഇറ്റ് ഏർലി and by simple self-breast examination, this can be detected. So what is the solution? We have to bring positive words with the survival and hope stories rather than negative, fearful campaigns. So what we can do is we can urge the central government agencies to change the messaging type with the positive words, or add positive words along with the fear-creating advertisements. So even if you take Malayalam films, the cancer themes are there in films. If you take only, there is very few films. I have shown only one film. Most of them are showing the cancer in a very negative and tragic role. If you take blood cancer and leukemia, they are cancers, but they are very extremely low incidence. These are very, very, very rare diseases, but we are promoting it as if that is a very common disease. But the fact is, leukemias are even now curable, but most leukemias we cannot treat like breast cancer. That is a fact. But this is very, very low in incidence. But we are bringing that negative theme to the movies more than the positive one, which is a curable disease. So that's why I requested Kuku madam and Shweta madam and Manju madam to be there in the presentation, so that you know what is causing the people from what is preventing the people from getting the treatment or going to the health facility when they think that they have a breast cancer. It's not because purely because they are not aware. It's because they are fearful. So we have to change that fear from the people's hearts. So we need more positive themes in movies, which should show the survival and cure with early detection. So this is a scientific part, but everyone should know why. What is important in cancer? See, if we see this chart, these are the types of breast cancer. Luminal A, B, HER2 positive, HER2 enriched, and triple negative. So if you see on this years to 1 centimeter, it shows the time taken for that particular type of tumor to become 1 centimeter. It takes almost 15 to 20 years. But from 1 centimeter, that means it is detectable to next stage, it will take only 2 to 3 years. And if we see the lower 3 rows, we can see that time for the tumor to become 1 centimeter is less in this type of tumors, which is almost half of the tumors. 50% of the tumors come under the lower 3 rows, where the tumor doubling time or the time taken for a stage 1 tumor to become stage 2 is less than 6 months. So the window of opportunity to identify and cure is very, very less in cancer. But that window is there. Once we see the tumor, immediately we go get the diagnosis done at a simple mammogram and then biopsy with a needle. It's all OP procedures. Mammogram hardly takes 5 minutes. A mammogram guided biopsy takes 10 minutes. And this OP procedure, we can go home the same day. Within 2 weeks, the result will come. So very simple procedure, and 50% of breast cancer, if we neglect for
2 to 4 months, it can go to the next stage, and the survival chance reduced by 30% in every stage. As you can see, the blue one is the time taken for the tumor to become 1 centimeter. And in every pattern, we see the next stage will takes only a very few part of the, means in the first case, it is 2.5, and the last case, it is less than 6 months. So we see the last 3 part of the graphs put together is 50%. Such tumors takes only less than 6 months to become the next stage and to reduce the survival by more than 50 to 60%. So the message is tumor takes years to silently grow. And this is the window period in which the persons with the family history can undergo screening. For example, which comprises up to 20% of the total breast cancers. ഇപ്പോൾ ഒരു ഫാമിലിയിൽ 50 വയസ്സിലാണ് ഒരാളിന് ബ്രസ്റ്റ് ക്യാൻസർ വന്നതെങ്കിൽ ആ ഫാമിലിയിൽ അടുത്ത ജനറേഷനിൽ ബ്രസ്റ്റ് ക്യാൻസർ ക്യാൻ കം 10 years earlier. അപ്പോൾ 40 വയസ്സാകുമ്പോഴേക്കും അവർ സ്ക്രീനിങ് തുടങ്ങിക്കഴിഞ്ഞാൽ between 40 and 50, the tumor will be detected and it can be cured. So this years in which the tumor silently grows, where the mammogram can be easily pick up the tumor. So finally, the progression time from a small tumor to a large tumor and a higher stage is very fast, especially in aggressive tumors. So that shrinks the curable window, stressing the importance of early detection and regular screening. So that concludes my this presentation, and together actually we can pledge that we will raise the awareness that a painless lump may be a breast cancer, especially in the age group of 40 to 50 years, and encourage every woman to practice breast self-examination, identify and support high-risk groups who are with the family, a positive family history. And we have to ensure timely access. Now we have more oncology doctors available, and every year we have 12 medical, surgical, and 15 radiation oncology doctors are coming every year. So in every district, by next 5 years, every hospital will have an oncology specialist. So that part is taken care of by the health education department, and we have to replace fear with hope and survival stories. That is what Amma can do. Because as Chandravan sir said, and Rijos sir has endorsed, what we say, people won't listen. We know what is happening, but we cannot convey the message to the people. People won't listen to us. But if the same message is said by Manju madam, then people will listen to it. And we can achieve 11,000 families. We can save 11,000 families in the next 10 years. That is the actual number that we are going to gain if we keep if we aim for the standard what is there in the England today. By 10 years, they will achieve more than that. Maybe their result will be up to 90%. But now we can target, if we target 81%, then we are going to save 11,000 families and 1,100 families per year. So the message is early detection is cure, awareness is power. Together, we can save lives, and I have shown the actual numbers that we can save. Thank you. Thank you, and sir, I think I have to congratulate him. The information he has brought is very genuine. He has did the research and brought the statistics and did some homework, and really good message. Very thank you, and it should be a very good start for our month to good also for the Preventive Oncology Summit. Whatever you have said we can put up for the meeting, and we can discuss further. Thank you. Ambali, over to you, Ambali. Thank you, Doctor. Thank you, Dr. Ansar. വളരെ ഇൻഫർമേറ്റീവ് ആയ ഒരു എൻഗേജിങ് സെഷൻ ആയിരുന്നു. നമ്മളിൽ തന്നെ പലരും പറയണമെന്ന് ഉദ്ദേശിച്ച പല കാര്യങ്ങളും അദ്ദേഹം പറയുകയുണ്ടായി ഇവിടെ. അതായത് ഇപ്പം നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ അതിന്റെ അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നത് ഒരു ക്യാൻസർ രോഗി, അതിന്റെ തുടക്കത്തിന്റെ സെന്റൻസ് തന്നെ എങ്ങനെയാണ്, ഒന്നും പഴയതുപോലെ ആയിരിക്കില്ല ക്യാൻസർ വന്നാൽ. അത് തന്നെ വളരെ നെഗറ്റീവായ ഒരു മെസ്സേജ് ആണ്. ആ ഒരു ആസ്പെക്ട് ഇവിടെ
നമ്മുടെ കലാകാരന്മാർ, അമ്മ സംഘടനയിലെ പല കലാകാരന്മാരും ഉള്ളപ്പോൾ തന്നെ ചൂണ്ടിക്കാണിച്ചതിന് നന്ദി ഡോക്ടർ. വളരെ ഇൻഫർമേറ്റീവ് ആയ ടെക്നിക്കൽ ഡീറ്റെയിൽസ് നൽകിയതിന് നന്ദി. അടുത്തതായി ഡോക്ടർ ആവണിയെ ക്ഷണിക്കുന്നു. പ്രിവെന്റീവ് റേഡിയോളജി എന്ന സെഷൻ ഹാൻഡിൽ. Thank you so much, Ambali. Good evening, everybody. We heard a few talks. We heard Ansar sir's talk and a discussion, lot of discussion about cancer and adinte or importance, nammade role. So, everybody has highlighted so many important points. Pala sangathigal already cover cheyidittunde. So, we are understanding Swasti Foundation is in this because there's cancer prevention involved. But idile radiology ku endha karyam, ammekku endha karyam. So, അമ്മയ്ക്ക് എന്താ കാര്യം എന്നുള്ള കാര്യം എല്ലാവരും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. Because they have a loud voice, a very strong voice. ഈ പൊതുവെ ഒരു പബ്ലിക്കിൽ എത്താൻ സെലിബ്രിറ്റീസിനുള്ള അത്രയും voice is very strong voice. So definitely the message that we want to pass, if it goes through their voice, it makes a lot of impact, a stronger impact. So that is a role definitely that Amma is playing, and we are really thankful to them for associating with us with this cause. പിന്നെ റേഡിയോളജിക്ക് എന്താ കാര്യം? പൊതുവെ നമ്മൾ വിചാരിക്കുന്ന എന്താ, നമുക്കൊരു ബുദ്ധിമുട്ട് വന്ന, വയറുവേദന വന്നു, പീരിയഡ്സ് ശരിയല്ല, ഒരു മുഴ കണ്ടു, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ ഒരു സ്കാനിങ്ങിനോ എക്സ്റേക്കോ നമ്മൾ റെഫർ ചെയ്യരുത്. അതാണ് നമ്മുടെ മനസ്സിലുള്ള റേഡിയോളജി. ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് us റീച്ച് എ ഡയഗ്നോസിസ്. പക്ഷെ അതിന്റെ അപ്പുറത്ത് റേഡിയോളജി ഹാസ് ഡെവലപ്ഡ് എ ലോട്ട്. ഇപ്പൊ പുതിയൊരു സെഗ്മെന്റ് ആണ് പ്രിവെന്റീവ് റേഡിയോളജി എന്ന് പറഞ്ഞു. റിജോ സർ അതിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ഇറ്റ് ഈസ് വെൻ യു ആർ ഏബിൾ ടു പിക്കപ്പ്, ഒരു അസുഖം വരുന്ന ഒരുപാട് മുന്നേ തന്നെ നമുക്ക് അതിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നമുക്കതിന് ഒരുപാട് മുന്നേ തന്നെ, സാധാരണ ഇപ്പൊ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറുടെ എക്സാമ്പിൾ എടുത്താൽ തന്നെ, ഒരു മുഴ വന്നതിന് ശേഷം നമ്മളത് പിക്ക് ചെയ്യുമ്പോൾ അത് ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലല്ലേ നമ്മളത് കാണുന്നത്. അതിന്റെ ഒരുപാട് മുന്നേ തന്നെ നമുക്കത് പിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിലോ, ദാറ്റ് ഈസ് പ്രിവെന്റീവ് റേഡിയോളജി. വേർ ഒരു അസുഖം ഒരുപാട് അഡ്വാൻസ്ഡ് ആവണ മുമ്പേ, ഇല്ലെങ്കിൽ ബിഫോർ ഇറ്റ് സ്റ്റാർട്ട്സ് പ്രസന്റിങ്, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന മുന്നേ നമ്മളത് പിക്ക് ചെയ്യുന്നതിനാണ് പ്രിവെന്റീവ് റേഡിയോളജി എന്ന് പറയുന്നത്. അങ്ങനെ കുറേ സിസ്റ്റംസിൽ നമുക്ക് അതിന്റെ യൂസ് വരുന്നുണ്ട്. കാൽഷ്യം സ്കോറിംഗ് എന്ന് പറഞ്ഞ ഹാർട്ടിന് വേണ്ടിയുണ്ട്, കെറോട്ടിഡ് ഡോപ്ലേഴ്സ് ഉണ്ട്, നമ്മൾ ലിവർ സ്ക്രീൻ ചെയ്യാനായിട്ട് അൾട്രാസൗണ്ട്സ് ചെയ്യുന്നുണ്ട്, വെർച്വൽ കൊളോണോസ്കോപ്പി ഉണ്ട്, അങ്ങനെ പല മൊഡാലിറ്റീസ് ഉണ്ട് നമുക്ക്. ഇപ്പോഴത്തെ ഫോക്കസ് നമ്മൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ ആയതുകൊണ്ട് ഈ ബ്രസ്റ്റ് ക്യാൻസർ പെർസ്പെക്റ്റീവിൽ ഞാൻ മൊത്തം സംസാരിക്കാം. പക്ഷെ ശരിക്കും ഇതിന്റെ ഡിഫറൻസ് പറഞ്ഞാൽ, പണ്ട് നമ്മൾ ഒരു എടുത്ത് തീ പിടിച്ചാൽ അതിനു വേണ്ടി ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ പോണ പോലെയാണ് പണ്ടത്തെ റേഡിയോളജി ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. വി ആർ സംതിങ് ലൈക്ക് എ സ്മോക്ക് ഡിറ്റക്ടർ. ഒരു പുക വരണ മുന്നേ, പുക വരാൻ തുടങ്ങുമ്പോൾ തന്നെ വി ആർ ഏബിൾ ടു ഡിറ്റക്ട് ഇറ്റ്. സോ ബിഫോർ ദ ഫയർ കാച്ചസ്, ഒരു തീ പിടിക്കണ മുന്നേ തന്നെ നമുക്ക് അതിനെ ഡിറ്റക്ട് ചെയ്ത് അത് കെടുത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ദാറ്റ് ഇസ് പ്രിവെന്റീവ് റേഡിയോളജി ഫോർ യു. അപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ സർ ഓൾറെഡി പറഞ്ഞു, അൻസാർ സർ ഹസ് ഗിവൻ യു lot of very important statistics telling എന്തുകൊണ്ട് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് ഫോക്കസ് ചെയ്യണം. കാരണം ഇൻസിഡൻസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഇസ് വെരി ഹൈ. പണ്ട് നമ്മൾ പറയുന്നത് വെസ്റ്റേൺ കൺട്രീസിൽ മാത്രമുള്ള ഒരു അസുഖമാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. മുമ്പ് മഞ്ജു മാം പറഞ്ഞ ഒരു ഡൗട്ട് പോലെ ഇപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്, നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടിയിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ഓൾ ദീസ് ഫാക്ടേഴ്സ് പുട്ട് ടുഗെദർ വി ആർ ഹാവിംഗ് എ ഹയർ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ബ്രസ്റ്റ് ക്യാൻസർ. സോ ദെൻ വൈ വെയിറ്റ് ഫോർ ഇറ്റ് ടു പ്രസന്റ്? ആ പ്രസന്റ് ചെയ്യണ മുന്നേ തന്നെ വൈ നോട്ട് ഡിറ്റക്ട് ഇറ്റ്? ദാറ്റ് ഈസ് വേർ ആർ റോൾ കംസ് ഇൻ. ഇഫ് വി ലുക്ക് അറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫ്രം റേഡിയോളജി പെർസ്പെക്റ്റീവ്, ഒരു മാമോഗ്രാം ചെയ്താൽ ഒരു ഓൾഡർ ഏജ് ലേഡിയിൽ നമുക്ക് ആസ് ഹൈ ആസ് 90% ഓഫ് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. യങ്ങർ ലേഡീസിൽ സാധാരണഗതിയിൽ ഒരു ബ്രസ്റ്റ് കുറച്ചും കൂടി ഡെൻസ് ആണ്. മാമോഗ്രാംസിന്റെ സെൻസിറ്റിവിറ്റി ഇച്ചിരി കുറയാൻ സാധ്യതയുണ്ട്. ബട്ട് കോംപ്ലിമെന്റഡ് വിത്ത് അൾട്രാസൗണ്ട്, ഈ പറഞ്ഞ സെഗ്മെന്റ്സ് ഒക്കെ ഡീറ്റെയിലിൽ നമുക്ക് ഇനി പല പല ദിവസങ്ങളായിട്ട് ഇതിൻ്റെയൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. ഈ അൾട്രാസൗണ്ടും കൂടി ചെയ്താൽ ഡിറ്റക്ഷൻ റേറ്റ് ഇസ് ആസ് ഹൈ as 75% ഫോർ യങ്ങർ ലേഡീസ്. അപ്പൊ ഇത്രയും ഹൈ ഡിറ്റക്ഷൻ റേറ്റ് കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ isn't this something we should be utilizing? മാമോഗ്രാം നമ്മൾ സാധാരണ ഒരു തടിപ്പ് വന്നാലോ മുഴ വന്നാലോ ഇല്ല ഒരു ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്. You can walk into any facility, in any institute, any hospital, asking for a mammogram. ഒരു സ്ക്രീനിങ് ആയിട്ട് ചെയ്യാവുന്ന ഒരു സ്റ്റഡിയാണ്. Above 40, it is recommended for all the ladies, even normal ladies, അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലെങ്കിലും അവർക്ക് പോയി ഒരു മാമോഗ്രാം ചെയ്യാവുന്നതാണ്. ഇൻഫാക്ട് വെസ്റ്റേൺ കൺട്രീസിൽ it is a mandatory requirement.
ലേഡീസിന് ബൈ ഗവൺമെന്റ് പ്രോട്ടോകോൾ ദേ ഹാവ് ഇൻഷുറൻസ് കവറേജ്. അതുകൊണ്ട് ഗവൺമെന്റ് മാൻഡേറ്റ് ആയിട്ട് തന്നെ അവരെ വിളിച്ച് റെഗുലർ ഇന്റർവെൽസിൽ അവർക്ക് മാമോഗ്രാം ചെയ്ത്, അതുകൊണ്ട് തന്നെ ഈവൻ ദോ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ചാൻസസ് കൂടുതലാണ്, അവരുടെ പിക്കപ്പ് റേറ്റ്സ് കൂടുതലാണ് ഇൻവെസ്റ്റ്. നമ്മുടെ കൺട്രിയിൽ ഇപ്പോഴാണ് ഇതിന് ഇൻസിഡൻസ് കൂടുന്നത്, എന്ന് വെച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ വരാൻ ചാൻസസ് കൂടാൻ തുടങ്ങിയത്. പക്ഷെ നമ്മുടെ ഇടയിൽ ഒന്ന് അവയർനെസിന്റെ ഒരു ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്ക്രീൻ ചെയ്യാറില്ല. രണ്ടാമത്തത് അൻസാർ സാർ പറഞ്ഞ പോലെ ഒരു പേടി, നമ്മൾ കണ്ടുപിടിച്ചാൽ എന്തെങ്കിലും ആകുമോ എന്നുള്ളൊരു പേടി നമ്മുടെ മനസ്സിലുണ്ട്. ബട്ട് ടു ബി വെരി ഫ്രാങ്ക്, നിങ്ങൾ പോയി ഒരു മാമോഗ്രാം ചെയ്താലും ചെയ്തില്ലെങ്കിലും, നിങ്ങൾ പോയി ഒരു ഡോക്ടറിനെ കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും, ഈ ബ്രസ്റ്റ് ക്യാൻസർ വരേണ്ടതാണെങ്കിൽ അതെന്തായാലും വന്നിരിക്കും. സോ അത് ഒരുപാട് മുന്നേ തന്നെ കണ്ടുപിടിച്ചാൽ, ലൈക്ക് ഹാസ് ബീൻ ടോൾഡ് ഏർലിയർ, ഒരുപാട് പുതിയ വേസ് ഓഫ് ട്രീറ്റിംഗ് ഇട്ടുണ്ട്. ഒരുപാട് ഏർലി ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞു മാമോഗ്രാമിൽ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നു. ഒരു 2 millimeter ഉള്ള ഒരു ലീഷൻ പോലും നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഒരു 2 millimeter ഉള്ള ഒരു ലീഷൻ നമുക്ക് തൊട്ടറിയാൻ സാധിക്കില്ല. 2 millimeter ലീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടുകുമണിയുടെ അത്രയും ചെറിയൊരു ലീഷനോ അതിന്റെ താഴെയുള്ള ലീഷൻ പോലും പിക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇപ്പോഴത്തെ സ്കാനിങ്ങുകളിൽ, ഇപ്പോഴത്തെ മാമോഗ്രാംസിൽ ഉണ്ട്. സോ വൈ നോട്ട് യൂട്ടിലൈസ് ഇറ്റ്? സോ ശരിക്കും പറഞ്ഞാൽ ഇൻ കേരള, ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, കേരളയുടെ ഒരു മെയിൻ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ വി ഹാവ് എ ഹ്യൂജ് എഡ്യൂക്കേറ്റഡ് ക്രൗഡ്. ഒരുപാട് ഹെൽത്ത് കോൺഷ്യസ് ആയ ക്രൗഡ് ഉണ്ട്. ലേഡീസ് ആണെങ്കിലും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്, പ്രൊആക്റ്റീവ് ആണ്. സോ ഇഫ് ദിസ് ഈസ് സംതിങ് ദാറ്റ് വി ക്യാൻ ബ്രിങ് ഇൻ ടു കേരള, നമുക്ക് നമ്മുടെ ഒരു വിഷൻ ആയിട്ട് തന്നെ ഇത് കേരളയിൽ സാധിക്കാൻ പറ്റും. വി ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ കേരള because of the high literacy and social awareness that Kerala is having. In fact, as an example, I can tell you, I had a lady, almost she must be around 60, 56 or something. ആ ലേഡി ഒരു ഹ്യൂജ് ബ്രസ്റ്റ് മാസ് ആയിട്ടാണ് വന്നത്. അവർക്ക് ആകെ അൾസറേറ്റ് എന്ന് പറഞ്ഞ് ബ്രേക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഊസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അവർ സ്കാനിങ്ങിന് വന്നത് എന്താന്ന് വെച്ചാൽ അവരുടെ ബ്ലൗസ് അതിന്റെ മുകളിൽ ഒട്ടുന്നത് കൊണ്ടായിരുന്നു അവർ സ്കാനിങ്ങിന് വന്നത്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്നത്? പറഞ്ഞു, മോളില്ല, മരുമോളോട് എനിക്ക് അത്രയും ഫ്രീഡം ഇല്ല, ആൻഡ് മകന്റെ അടുത്ത് ഞാൻ എങ്ങനെയാ ഇത് പറയാം? അപ്പൊ ഇതൊരു ലാക്ക് ഓഫ് അവയർനെസ്സോ സപ്പോർട്ട് സിസ്റ്റം നമ്മുടെ സോഷ്യൽ സർക്കിൾസിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ. പക്ഷേ ഇപ്പോ ഇതേ സമയത്ത് വി ഹാവ് സോ മെനി യങ് ലേഡീസ് ഹു ആർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ അവെയർ. അവർ വന്ന് മാമോഗ്രാംസ് ചെയ്യുന്നുണ്ട്. എത്രയോ അൺസസ്പെക്റ്റിംഗ് കേസസ്, ടോട്ടലി നോർമലായ എത്രയോ ലേഡീസിൽ നമ്മൾ ഏർലി ക്യാൻസേഴ്സ് പിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്ക്രീനിങ് ഡ്രൈവ്സ് ആയിട്ട് ചെയ്യുമ്പോൾ കുറെ ലേഡീസ് വരുമ്പോഴും നമ്മൾ അവർക്ക് ഏർലി ക്യാൻസർ പിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സ്മോൾ ആ ഏരിയയിൽ ഒരു ചെറിയൊരു മേ ബി ഒരു സ്മോൾ ലെമൺ സൈസിന്റെ ഇൻസെഷൻ ഒക്കെ കഴിഞ്ഞ് we have such great surgical oncologists with us. The facilities have improved tremendously. ആ ഒരു ചെറിയ സർജറിയിൽ they can stop it. അത് ഫർദർ റേഡിയേഷനിലോ കീമോതെറപ്പിയിലോ എക്സ്റ്റെൻസീവ് സർജറിയോ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് സ്പ്രെഡ് എനിവെയർ ഓൾസോ. ഇതെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട്. ആൻഡ് ദീസ് ആർ ഓൾ ഫെസിലിറ്റീസ് ഇൻ വിച്ച് പ്രിവെന്റീവ് റേഡിയോളജിയുടെ ഒരു റോൾ ഇസ് ദിസ്, ദാറ്റ് മാമോഗ്രാം എന്ന് പറഞ്ഞ ഒരു ഫെസിലിറ്റി നമ്മൾ ശരിക്കും അവെയിൽ ചെയ്ത ഒരുപാട് മുന്നേ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. യങ്ങർ ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്കിപ്പോൾ അൾട്രാസൗണ്ട്, ഇപ്പൊ ഫാമിലി റിസ്ക് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും അവർക്ക് മാമോഗ്രാംസ് ഏർലി തുടങ്ങും. നമ്മൾ സാധാരണ പറയണത് മാമോഗ്രാംസ് അബവ് 40 ഇയേഴ്സിന്റെ ഏജ് ഗ്രൂപ്പിലാണ് ചെയ്യേണ്ടത്. അതിന്റെ യങ്ങർ ഏജ് ഗ്രൂപ്പിൽ നമുക്ക് പല ലേഡീസിന് പല മുഴകളൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അൾട്രാസൗണ്ട് ആയിട്ട് സ്ക്രീൻ ചെയ്യാം. പക്ഷെ ഫാമിലി റിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ പേഷ്യന്റിന് കുറച്ചും കൂടി വേഗം മാമോഗ്രാം ചെയ്യേണ്ടി വരും. ഈ ഫ്രീക്വന്റ് മാമോഗ്രാംസ് പറ്റുന്നില്ല, റേഡിയേഷൻ റിസ്ക് ഉണ്ട് എന്ന് തോന്നിയാൽ പോലും നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, ലൈക്ക് MR മാമോഗ്രാം. ഇത്രയും ഫെസിലിറ്റീസ് ആർ ദെയർ അവൈലബിൾ ഫോർ സ്ക്രീനിങ് എ ടോട്ടലി നോർമൽ ലേഡി. And that is the importance of preventive radiology. We can pick it up very early. We can detect this very early. We can treat this very early. So definitely, just if we start thinking it loud, in a future, if we think of it, if every lady above the age of 40, നമ്മൾ എല്ലാവരും മനസ്സ് വെച്ച് എല്ലാ ladies above the age of 40 start doing regular mammograms, screen themselves even if they are normal, and we start tying up with these kind of bodies. If Swasti Foundation is wholeheartedly involved in this, radiologists are completely taking this as a preventive radiology drive, and we are also totally involved in it. But associations like Amma, other NGOs, so many other various avenues are there. If we all join hands, definitely with the kind of literacy, social awareness that Kerala has, preventive radiology ki oru significant role play cheyan pattum in helping
picking the cancer early, in helping detecting it early, അതേപോലെ നമുക്ക് survival rates and probably in the future we will be able to just stop it at a very grassroots level തന്നെ നമുക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഇതൊരു സ്വപ്നമല്ല, നമുക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് വി ആർ എൻ എഡ്യൂക്കേറ്റഡ് ലോട്ട്, നമുക്ക് ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ആൻഡ് വാട്ട് നോളജ് യു ഹവ് ഗോട്ട് ഫ്രം എവറി വൺ ടുഡേ ആൻഡ് ഫോർ ദ ഫോർത്ത് കമ്മിങ് ഡേയ്സ്, അത് നിങ്ങളുടെയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാതെ you talk to another person in your family, in your friend circle. This kind of a circle, namalad grow cheythu varumba by word of mouth, people understand. Ningal mammogram ne pogumbol loop in one of your friends, tell some other, did you get your mammogram done? Come, let's get ourselves screened. This is something which is, we can make it like a chain reaction, get everybody, you know, looped in. Orale nammal valichu kondu vannal ഒരുപാട് നമുക്ക് തന്നെ നമ്മൾ പോലും അറിയാതെ we are becoming a chain of support system to so many people. ഈ ഇൻഫർമേഷൻ നമ്മൾ തന്നെ പെർക്കുലേറ്റ് ചെയ്ത് സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. സോ ഇത് ഈ ഒരു പ്ലെജോടെ നമുക്ക് നിർത്താം, saying from the preventive radiology aspect that we will pledge to screen early and speak openly about our breast health so that we can definitely help somebody else also. Thank you so much. താങ്ക് യു ഡോക്ടർ. പ്രിവെന്റീവ് റേഡിയോളജിയുടെ മെസ്സേജ് വളരെ ക്ലിയർ ആയിരുന്നു. ഞങ്ങൾക്ക് ഇത്ര ക്ലാരിറ്റിയോടെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ നൽകിയതിന് നന്ദി. നമുക്കിവിടെ ചാറ്റിൽ 1-2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് ഹൗ ഫ്രീക്വന്റ്ലി ഷുഡ് ബി ഡു മാമോഗ്രാം, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ 40 ഇയേഴ്സ് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞല്ലോ, 40 ഇയേഴ്സിന് ശേഷം, അപ്പൊ അതിന് മുമ്പുള്ള ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് അതിന്റെ ഡിറ്റക്ഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒന്ന് പറയാം. Okay. So first things, about 40 years in ആണ് നമ്മൾ സാധാരണ mammogram start ചെയ്യാൻ പറയുന്നത്. What is recommended is that every year, say for about 5 years or so, annually we recommend to do mammograms. അത് കഴിഞ്ഞിട്ട് if you have had a mammogram which has been normal for this next past 5 years, then you can do it once in 2 years or 3 years because you have the previous mammograms normal. പക്ഷെ അതിന് മുമ്പത്തെ ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ സാധാരണഗതിയിൽ അവർക്ക് എന്തെങ്കിലും സ്വെല്ലിങ്ങോ തടിപ്പോ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിലാണ് അവരെ സ്ക്രീൻ ചെയ്യല്. രാദർ അപ്പൊ സ്ക്രീനിങ് അല്ല പറയാ, അപ്പോഴാണ് നമ്മൾ അവരെ സ്കാൻ ചെയ്യല്. അതിന് അൾട്രാസൗണ്ട് സാധിക്കും, ബിക്കോസ് അൾട്രാസൗണ്ട് ആണ് അവർക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ. കാരണം അവരുടെ ബ്രെസ്റ്റ് ഡെൻസ് ആയതുകൊണ്ട് മാമോഗ്രാമിൽ നമുക്ക് അത്രയും തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കില്ല. സോ വി പ്രിഫർ ഡൂയിങ് എൻ അൾട്രാസൗണ്ട് ഫോർ ദം. പക്ഷെ അതില് ഡോക്ടർ നിങ്ങളെ പരിശോധിച്ചോ, ഇല്ല അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വന്നോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഡയറക്റ്റ് ബ്ലഡ് റിലേറ്റീവിന് എന്തെങ്കിലും ഒരു റിസ്ക് ബ്രസ്റ്റ് ക്യാൻസർ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസിൽ അവർ പ്രീപോൺ ചെയ്തിട്ട് ഈ മാമോഗ്രാം ബിഫോർ 40 ഇയേഴ്സ് തന്നെ ചെയ്യാൻ സാധിക്കും. ദേ മൈറ്റ് റെക്കമെൻഡ് യു ടു ഡു ഇറ്റ്. And in case that also is a problem and we are not able to find solution in nondengil, they might ask for an MR mammogram, which is very rare. But breast dense ayadondu younger ladies il angane MR mammogram inde oru suggestion upscale cheyidittu MR mammogram cheyan parayan sadhyadundu. So Okay, doctor. I hope that Thank you. answers. Yeah. Thank you. മറ്റാർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, ചോദിക്കാം. ഓക്കെ, നമ്മളപ്പോ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. I think there's one more question, Billy, and I think Ansar sir might be a better person to answer that. Yes. Lymph nodes, are they significant? Should be concerned with Because the of small swellings in breast lymph nodes. I mean, in the axilla. Is it the armpits? If it is a skin nodules, small skin nodules can be there in individuals with പിന്നെ ചെറിയ സ്കിൻ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്കിന്നിൽ നൊഡ്യൂൾസ് വരാം. അത് വറീഡ് ആവേണ്ട കാര്യമില്ല. പിന്നെ ആക്ച്വൽ ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത് പിന്നെ കുറച്ച് ഡീപ്പാണ്. നമുക്ക് നേരിട്ട് കൈ കൊണ്ട് പരതിയൊക്കെ കിട്ടത്തില്ല, ഡീപ്പായിട്ട് പാൽപ്പേറ്റ് ചെയ്തൊക്കെ കിട്ടത്തുള്ളൂ. ആൻഡ് ബിഫോർ ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം ദർ വിൽ ബി ലംപ് ഇൻ ദ ബ്രസ്റ്റ് ഇൻ 90% ഓഫ് ദ കേസസ്. ബ്രസ്റ്റിൽ മുഴയില്ലാതെ കഷത്ത് അങ്ങനെ കഴല വരാറില്ല. പിന്നെ നമ്മൾ പരതി നോക്കുമ്പോൾ കഷത്ത് കിട്ടുന്ന പലപ്പോഴും അവിടെയുള്ള ചെറിയ പിന്നെ ഫോളിക്കുലൈറ്റിസോ അല്ലെങ്കിൽ അതുപോലുള്ള ഇൻഫെക്ഷൻസ് വരുന്നതാണ് മോസ്റ്റ് ഓഫ് ദ ടൈം. പിന്നെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ യു ഹാവ് ടു മീറ്റ് ഡോക്ടർ ആൻഡ് ഡു ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ടു കൺഫേം ദാറ്റ് യു ഡോണ്ട് ഹാവ് എനി ഡിസീസ്. And just one more thing, if I can add to that,
നമുക്ക് പൊതുവെ മുമ്പ് ആരോ ഇതിൽ ഈ ഒരു സെഗ്മെന്റിൽ പറയുന്നുണ്ടായിരുന്നു അബൌട്ട് ലേഡീസിന്റെ, ഐ തിങ്ക് മഞ്ജു ഒരു സെൽഫ് വാസ് ടെല്ലിംഗ് അബൌട്ട് ലേഡീസ് ഇൻഹെറന്റ് നേച്ചർ. മഞ്ജു മാം അത് പറഞ്ഞിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. വി പുട്ട് ആർ സെൽഫ് ഇൻ ദ ബാക്ക് സീറ്റ് ആൻഡ് അത് ഉണ്ടെങ്കിൽ അത് വലിയ കാര്യം ഉണ്ടാവില്ല. ഇന്ന് മക്കളുടെ കാര്യം നോക്കാം, നാളെ ഹസ്ബൻഡിന്റെ കാര്യം നോക്കാം, അമ്മയുടെ കാര്യം നോക്കാം എന്ന് പറഞ്ഞിട്ട് വി കീപ് ആർ സെൽഫ്. അപ്പൊ ഇതേപോലെ ഒരു കക്ഷത്തിൽ സ്വെല്ലിംഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ല, എന്തെങ്കിലും ഒരു സ്വെല്ലിംഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഷുഡ് കൺസൾട്ട്. ബിക്കോസ് ശരിക്കും പറഞ്ഞാൽ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, എല്ലാ ലേഡീസ് ഒരു വീട്ടിലത്തെ ഒരു സപ്പോർട്ട് മെക്കാനിസം ആണ്. പ്രാക്ടിക്കലി ഈവൻ ദോ വി ഡോണ്ട് വാല്യൂ അവർ സെൽഫ് മച്ച്, ദ ഹൗസ് സറൗണ്ട്സ് യു. So remember this, that if you are the roots, if something happens to you, or നിങ്ങൾ കുറച്ച് നാൾ കിടപ്പായ, ആ family actually goes to a standstill. So give yourself due importance because of that. കാരണം ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ നമുക്ക് കൊടുത്താൽ ആക്ച്വലി ഫാമിലി സോഷ്യലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും അവർക്ക് ഒരുപാട് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ്സ് ഉണ്ടാവും. You have to think of everyone. When you're thinking of everyone, you have to give importance to yourself for that. Yes, yes. We have to send this message to the whole of Kerala. That a lump, if it is detected, 40 to 50 years-ലാണ് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ, 50% ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ആ ഏജ് ഗ്രൂപ്പിലാണ്. അപ്പോൾ ആ സമയത്ത് വേദനയില്ല. അങ്ങനെ ബ്രസ്റ്റ് ലംപിലാണെങ്കിൽ പെയിൻ ഉണ്ടാവില്ല. ക്യാൻസറിൽ പെയിൻ ഓൺലി കംസ് ഇൻ അഡ്വാൻസ് സ്റ്റേജസ്. ഏർലി സ്റ്റേജസ് എ പെയിൻലെസ് ലംപ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഇത് കാണുന്ന സ്ത്രീകൾ ഒരിക്കലും ഡോക്ടറെ അടുത്ത് പോകത്തില്ല. കാരണം അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. അത് ബിനൈൻ മുഴകളാണെങ്കിൽ പെയിൻഫുൾ ആണ്. മാസ്റ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അത് പെയിൻഫുൾ ആണ്, ഉടനെ തന്നെ ഡോക്ടറെ കാണാൻ പോകും. ബട്ട് ക്യാൻസർ മുഴകളെന്ന് പറഞ്ഞാൽ പെയിൻലെസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളത് ഡിലേ ചെയ്യും. ഈ ഒരു മെസ്സേജ് വി ഹാവ് ടു ടു ദ ജനറൽ പബ്ലിക് വി ഹാവ് ടു സെൻഡ് ദിസ് മെസ്സേജ്. സോ ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് that a lump, a painless lump, is the most common symptom, and immediately we should seek medical attention, and it can be cured. That is the most important message. Cancer, especially breast cancer, is a curable disease if we detect it early and treat properly. Okay, doctor, thank you. Okay, please explain next session in English. Okay, because everybody was presenting in Malayalam, I also presented in Malayalam. I'm sorry for that. I was unaware that there are other crowds also. Next presentation will tell the speakers to convey in English so that everybody can follow. Okay. Definitely, doctor. നമുക്കിതിന്റെ ഇന്നിപ്പം 8 o'clock ആയിരിക്കുകയാണ്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ മാസം ഈ 1st തുടങ്ങുന്ന ഈ പ്രോഗ്രാം 30th വരെ നമുക്ക് ഈ സമയത്ത് 7 to 8 ഇതുപോലെ എക്സ്പെർട്ട് ഡോക്ടേഴ്സിന്റെ സർവീസ് നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ ഇതിൽ ചേരണം. ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ഈ പരിപാടി ഇനോഗ്രേറ്റ് ചെയ്യാൻ നമ്മുടെ മലയാളത്തിന്റെ പ്രിയങ്കരിയായ നടി ശ്രീമതി മഞ്ജു വാര്യറാണ് ചേർന്നത്. മഞ്ജു മാമിനോടുള്ള അമ്മ സംഘടന, അതുപോലെ സ്വസ്തി ഫൗണ്ടേഷൻ, IRIA, ഞങ്ങളുടെ എല്ലാം നന്ദി ഇവിടെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ മോഹൻ സാർ ഒരുപാട് തിരക്കുകൾ മാറ്റിവെച്ചാണ് സാർ ഇതിന് ജോയിൻ ചെയ്തത്. സാറിനോടുള്ള നന്ദിയും പ്രകാശിപ്പിക്കുന്നു. അതുപോലെ ഡോക്ടർ റിജോ, ഡോക്ടർ ചന്ദ്രമോഹൻ, വളരെ എൻഗേജിംഗ് ആയി ഇൻഫർമേറ്റീവ് ആയ സെഷൻ ഇവിടെ ഹാൻഡിൽ ചെയ്ത ഡോക്ടർ അൻസാർ, ഡോക്ടർ ആവ്നി, ഇവരോടുള്ള നന്ദിയും പ്രകാശിപ്പിക്കുന്നു. അതോടൊപ്പം അമ്മ സംഘടനയിൽ നിന്നും IRIA-യിൽ നിന്നും മറ്റു ഡോക്ടേഴ്സും എല്ലാം ചേർന്നിട്ടുണ്ടായിരുന്നു, സ്വസ്തി ഫൗണ്ടേഷനിൽ നിന്നും. പിന്നെ ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചവരും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കുമുള്ള നന്ദിയോടെ സൂചിപ്പിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you, Ambali. Good night. Good night, doctor. Thank you, everybody. Good night.